നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ വലിയൊരു കോമഡി പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനത്തിന് അന്ന് ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് എൻട്രൻസ് എക്സാമുകൾ എഴുതാനായിട്ട് ഫ്രീ ആയിട്ട് കോച്ചിങ് കൊടുക്കും. പാവപ്പെട്ട പിള്ളേർക്കൊക്കെ അതുകൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ടാകുന്നു. ഈ എൻട്രൻസ് എക്സാം എന്നൊക്കെ പറഞ്ഞാൽ നീറ്റ് ഉണ്ട്, പിന്നെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഉണ്ട്, അതുപോലെ UPSC എക്സാം, IAS IPS മുതലായ യോഗ്യതകൾ കിട്ടുവാനായിട്ട്. മോഡിജി ആരാണ്ട് ശരിക്കും പറ്റിക്കുകയാണ്, അതല്ലെങ്കിൽ മോഡിജി കള്ളം പറയുകയാണ്. ഇത് രണ്ടിലേതാണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ 12 വർഷം കഴിഞ്ഞിട്ടും മനസ്സിലായിട്ടില്ല. ഇയാൾക്ക് വിവരമില്ല എന്ന് പറയാനായിട്ട് എനിക്കൊരു മടിയുണ്ട്. കാരണം ഒന്നുമില്ലെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ. ഇദ്ദേഹം എന്തായി പറഞ്ഞത്? ചെറുപ്പക്കാർക്ക് ഫ്രീ ആയിട്ട് ഈ എൻട്രൻസിനുള്ള കോച്ചിങ് കൊടുക്കുന്നു. എന്തിനാണ് ഈ എൻട്രൻസ് എക്സാം? അത് തന്നെ ആദ്യം തിരുത്ത്. ഇവിടെ എൻട്രൻസ് എക്സാമിന്റെ ആവശ്യമില്ല. വേണ്ട, എൻട്രൻസ് എക്സാമിനെ കുറിച്ച് ഞാൻ മറ്റൊരു അവസരത്തിൽ പറയാം. ഈ എൻട്രൻസ് എക്സാമിന് ഫ്രീ കോച്ചിങ് എന്ന് പറയുമ്പോഴേ ഈ കമ്പ്യൂട്ടറുമായിട്ട് മൊബൈലുമായിട്ട് ഇക്കാലത്ത് സ്മാർട്ട് ഫോൺ ആരുടെ കയ്യിലാണ് ഇല്ലാത്തത്? ആ യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കുക. എന്നിട്ട് നീറ്റ് എക്സാമിനോ അല്ലെ ഫ്രീ കോച്ചിങ്ങിന് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ആയിരക്കണക്കിന് 10,000 സൈറ്റുകളാണ് ഓരോരുത്തരും ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫിസിക്സ് പഠിക്കാം, കെമിസ്ട്രി പഠിക്കാം, സയൻസ്, ജോഗ്രഫി, എന്താ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഫ്രീ ആയിട്ട് ട്രെയിനിങ് നടക്കുന്ന അനേകം സൈറ്റുകളുണ്ട്. ചിലരൊക്കെ ഇതുപോലുള്ള കോച്ചിങ് ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. മറ്റു ചിലർ ഇതിൽ നിന്ന് കുറച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് തന്നെ കൂട്ടിക്കോളൂ. അങ്ങനെയുണ്ട്. കാരണം വ്യൂവർഷിപ്പ് ഈ യൂട്യൂബിന്റെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആ യൂട്യൂബർമാർക്ക് വരുമാനം കിട്ടും. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് 50, 60 ചാപ്റ്ററുകളുള്ള പല കോച്ചിങ്ങുകളും ഉണ്ട്. ഈ 10,000 കോച്ചിങ് വീഡിയോകൾ യൂട്യൂബിലുള്ളപ്പോൾ എന്തിനാണ് നമ്മുടെ മോഡിജി ഇനിയും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പറഞ്ഞത്? എന്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായി പറയുന്നത്? ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ അർത്ഥം എന്താണ്? പിള്ളേരെ കുറച്ച് കുരുട്ടുബുദ്ധി പഠിപ്പിക്കുക. അതായത് സയൻസും സോഷ്യൽ സ്റ്റഡീസും മാത്തമാറ്റിക്സും ഒന്നും നിങ്ങൾ നേരെ ചൊവ്വേ പഠിക്കണ്ട. അതിന് പകരം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ആൻസർ ചെയ്യാനുള്ള ചില ട്രിക്കുകൾ ഞങ്ങൾ പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ എൻട്രൻസ് എക്സാം എഴുതൂ. നിങ്ങൾ എൻട്രൻസ് എക്സാമിൽ ക്വാളിഫൈഡ് ആവും. എന്നിട്ട് നിങ്ങൾ എഞ്ചിനീയറോ ഡോക്ടറോ അല്ലെങ്കിൽ IAS കാരനോ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കും മോഡിജി. അങ്ങനെ ആയിട്ട് അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ട് ഇവരെന്ത് ചെയ്യുന്നു? അതാണ് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പരാജയവും. ഇവിടെ ഡോക്ടർമാർക്ക് ജനങ്ങളെ ശുശ്രൂഷിക്കാൻ അറിയാൻ മേലാതെ പോകുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. അതല്ലെങ്കിൽ IAS എടുത്തു കഴിഞ്ഞിട്ടും എങ്ങനെ പെരുമാറണം, ഏതൊക്കെ കാര്യങ്ങൾ പുറത്ത് പറയണം പറയണ്ട എന്ന് പലർക്കും അറിയാൻ മേലാത്തതിന്റെയും കാരണം ഇതൊക്കെ തന്നെയാണ്. IPS എടുത്തിട്ട് ഗുണ്ടായിസം കാണിക്കുന്നതും ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പരാജയം കൊണ്ട് തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ സ്കില്ലുണ്ട്, ഓരോ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അഭിരുചിയുണ്ട്. ഓരോ കുട്ടിയുടെ അഭിരുചിക്ക് അനുസരിച്ച് വേണം അവനെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട്, അവന് പ്രാക്ടീസ് കൊടുക്കാനായിട്ട്, അവന് ട്രെയിനിങ് കൊടുക്കാനായിട്ട്, എന്നിട്ട് വേണം അവനൊരു പ്രൊഫഷണൽ ആകാനായിട്ട്. അതിന് പകരം ഏതെങ്കിലും 3, 4 കോഴ്സിന്റെ പേര് എഞ്ചിനീയർ, ഡോക്ടർ, CA, IAS ഈ 3 ആണ് ഏറ്റവും ബുദ്ധിയുള്ളവർക്ക് പറ്റിയത്. ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം. ഇതാദ്യം തിരുത്ത്. അല്ലാതെ ഈ ഫ്രീ കോച്ചിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് കിട്ടാനുള്ള ഈ നമ്പരുമായിട്ട് ഇറങ്ങാതെ മോഡിജി, പ്ലീസ്.